ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 81. 44-ാമത്തെ ഉപനിഷത്തിലൂടെ നമ്മൾ കുണ്ഡികോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇതിൽ സന്യാസം സ്വീകരിച്ചവർ അവർക്കുള്ള നിർദ്ദേശങ്ങളാണ്, അവർ എങ്ങനെയെല്ലാം മുന്നോട്ടേക്ക് പോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ആത്മീയത്തിലേക്ക് തിരിയുന്നവർ സന്യാസത്തിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ഭൗതിക ലോകം വെടിഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മീയതയിലേക്ക് തിരിയുക. അപ്പോൾ ആത്മീയതയിലേക്ക് തിരിയുന്നവർ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ സന്യാസത്തിലൂടെയാണ്, അവരെയാണ് സന്യാസിമാർ എന്ന് പറയുന്നത്. അവർ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് പറയുന്നത് നോക്കാം. അഥാധ്യാത്മമന്ത്രാൻ ജപേത് ദീക്ഷാമുപേയാത് കാഷായ വാസ കക്ഷോപസ്ഥരോമാനി വർജയേത് ഊർധബാഹുർവിമുക്തമാർഗോ ഭവതി അനികേതശ്ചരേത് ഭിക്ഷാശി നിധിധ്യാസനം ദധ്യാത് പവിത്രം ധാരയേത് ജന്തു സംരക്ഷണാർത്ഥം തദപി ശ്ലോകാ ഭവന്തി. കാഷായ വസ്ത്രം ധരിച്ചും ദീക്ഷ സ്വീകരിച്ചും മന്ത്രങ്ങൾ ജപിച്ചും കക്ഷം ഉപസ്ഥം എന്നിവയിലെ രോമങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വടിച്ചും കളയണം. നിവർന്ന് സ്വച്ഛാനുസരണം സഞ്ചരിക്കുക. ഗൃഹം വിട്ട് ഭിക്ഷ കൊണ്ട് ജീവൻ നിലനിർത്തണം. ജന്തുക്കളിൽ നിന്ന് സംരക്ഷണത്തിന് പവിത്രം ധരിക്കണം. അപ്പോൾ ഇവിടെ കാഷായ വസ്ത്രം ധരിച്ചും ദീക്ഷ സ്വീകരിച്ചും മന്ത്രങ്ങൾ ജപിച്ചും കക്ഷം ഉപസ്ഥം എന്നിവയിലെ രോമങ്ങളുടെ ബാക്കിയെല്ലാം വടിച്ചു കളയുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. കാഷായ വസ്ത്രം ആദ്യം തന്നെ ഒരാൾ സന്യാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം എല്ലാം എടുത്തു ഉപേക്ഷിച്ചിട്ട് പോകാനാണ് ഉപനിഷത്ത് പറയുന്നത്. ഇവിടെ അതല്ല. നമ്മൾ വാനപ്രസ്ഥം എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന അവസ്ഥയിലാണ്. ഇപ്പം കുടുംബ ജീവിതം എല്ലാം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് കടന്ന് പിന്നെ മതി, ജീവിതം എല്ലാം മതിയായി കളയാം, ഇനി ഈ ഭൗതിക ജീവിതം വേണ്ട, ജീവിതം മതിയാക്കുമെന്നല്ല, ഈ ഭൗതിക ജീവിതം വേണ്ട എന്നെല്ലാം വിരക്തി വന്നിട്ട് സന്യാസത്തിലേക്ക് പോകുന്നവർ ആദ്യം തന്നെ കാഷായ വസ്ത്രം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കളയാനൊന്നും നടക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ എന്ത് വേണം, അവർ ദീക്ഷയെല്ലാം സ്വീകരിച്ച് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, മന്ത്രങ്ങൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആ ബ്രഹ്മത്തെ പറ്റിയുള്ള മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുക. കക്ഷ വസ്തു ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം മുടിയെല്ലാം വടിച്ച് കളയണം. അപ്പം തലയെല്ലാം വടിച്ച് കളയണം. എന്നിട്ട് നിവർന്ന് സ്വച്ഛാനുസരണം സഞ്ചരിക്കണം. മനസ്സിൽ തോന്നുന്നവരെ അങ്ങനെ അങ്ങ് പോവുക. ഇന്ന പ്രത്യേക സ്ഥലത്ത് പോകണം എന്നൊന്നും ആഗ്രഹമൊന്നും പാടില്ല. ഇന്നടത്ത് തന്നെ പോകണം, ഇന്ന സ്ഥലം നല്ലതാണ്, അങ്ങനെയുള്ള ചിന്തയൊന്നും പാടില്ല. തോന്നുന്ന മാതിരി അങ്ങ് പോവുക. ഗൃഹം വിട്ട് ഭിക്ഷ കൊണ്ട് ജീവൻ നിലനിർത്തണം. വീട് വിടണം. പിന്നെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമൊന്നുമില്ല. ശരീരം നിലനിർത്താൻ വേണ്ടി ആരോടെങ്കിലും കൈ നീട്ടിയിട്ട് വാങ്ങാം. ജന്തുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന് പവിത്രം ധരിക്കണം. അപ്പോൾ മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വടിയെല്ലാം ആദ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. എന്നാലും ഇത്തരത്തിൽ മുന്നോട്ടേക്ക് പോകണം. അപ്പം വീടും വിട്ടിട്ട് ഭിക്ഷ എടുത്തിട്ട് ഒരു കാഷായ വസ്ത്രമെല്ലാം ധരിച്ചിട്ട് ഇറങ്ങണം എന്നാണ് പറയുന്നത്. എന്നിട്ട് തോന്നുന്ന പോലെ അങ്ങനെ നടക്കുക. സ്ഥിരമായ ഒരു വാസസ്ഥാനമൊന്നും വേണ്ട. ഇനി എന്താ പറയുന്നത് നോക്കാം. കുണ്ഠികാം ചമസം ശിക്യം ത്രിവിഷ്ടപമുപാനഹൗ ശീതോപഖാദിനീം കന്ധാം കൗപീനാച്ഛാദനം തഥാ പവിത്രം സ്നാനശാഠ്യം ച ഉത്തരാസംഗമേവ ച അതോതിരിക്തം യത് കിഞ്ചിത് സർവദ വർജയേദ്യതി. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സന്യസിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം എല്ലാം ഉപേക്ഷിച്ചിട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. വസ്ത്രാടക്കം ഉപേക്ഷിച്ചിട്ടാണ് അവസാനത്തെ സ്റ്റേജ് എത്തേണ്ടത്. ഒന്നും ശരീരത്തിൽ വേണ്ട, ശരീരത്തെ തന്നെ ഉപേക്ഷിക്കാനാണ് പോകുന്നത്.
പക്ഷെ ആദ്യം അങ്ങനെയൊന്നും ആർക്കും പെട്ടെന്ന് ഇറങ്ങി തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ചിലത് കൈമേൽ വെക്കാൻ പറ്റുന്നതിൽ കമണ്ടലും പറ്റും. ഒരു പാത്രം, ഭിക്ഷവാണ്ടിക്കലുള്ള ഒരു ചെറിയ പാത്രം, ത്രിവിഷ്ടപം, ചെരിപ്പ്, തണുപ്പ് തടയാൻ ഉതകുന്ന തുണി, കൗവീനം. അപ്പം കൗവീനാണ് യഥാർത്ഥത്തിൽ ധരിക്കേണ്ടത്. പിന്നെ തണുപ്പ് തടയാൻ വേണ്ടി മൂടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒന്നും ആകാം. കുളിക്കാനുള്ള തോർത്ത്, കുളിച്ചു കഴിഞ്ഞാൽ തോർത്താൻ ഒരു തോർത്ത്, അംഗവസ്ത്രം, ഒഴിച്ചുള്ളതെല്ലാം സന്യാസി പരിത്യജിക്കണം. ഇത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം തന്നെ കളയണം. ബാക്കി ഒന്നും വെക്കാൻ പാടില്ല. കാരണം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കുടുംബത്തെ അടക്കം ഉപേക്ഷിക്കണം എന്നല്ല മറ്റുള്ളതിൽ കാണാം. എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടു പോവുകയാണ്. അപ്പോൾ ഇത്തരം ആദ്യഘട്ടത്തിൽ ഇത്രയും കൈമല് കരുതാം. അങ്ങനെ ഓരോ സന്യാസി സ്റ്റേജ് പുരോഗമിച്ച് വരുമ്പോൾ അവസാനമാകുമ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അപ്പം പടിപടിയായിട്ടാണ്. അപ്പോൾ ഇതാദ്യം ഇത് മാത്രമേ കൈമല് വെക്കാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം ഉപേക്ഷിക്കും. ഇനി അടുത്ത് എന്താ പറയുന്നത് നോക്കാം. നദീ പുളിനശായി സ്യാത് ദേവാഗാരേഷു ബാഹ്യത നാത്യർത്ഥം സുഖദുഃഖാഭ്യാം ശരീരമുപതാപയേത്. സ്നാനം പാനം തഥാ ശൗചമദ്ഭിപൂതാഭിരാജയേത്. സ്തൂയമാനോ ന തുഷ്യേത നിന്ദിതോ ന ശപേത് പരാൻ. ഭിക്ഷാദിവൈദലം പാത്രം സ്നാനദ്രവ്യമവാരിതം ഏവം വൃത്തിമുപാസീനോ യതേന്ദ്രിയോ ജപേത് സദാ. വിശ്വായമനുസംയോഗം മനസാ ഭാവയേത് സുധി. ആകാശാദ് വായുർവായോർജ്യോതിർജ്യോതിഷം ആപോ ആഭ്യ പൃഥ്വീ യേഷാം ഭൂതാനാം ബ്രഹ്മ. പ്രപദ്യേ അജരമമരക്ഷരക്ഷരമവ്യയം പ്രപദ്യേ. മയ്യഖണ്ഡസുഖാംബോധൗ ബഹുധാ വിശ്വബീജയ ഉത്പദ്യന്തേ വിലീയന്തേ മായാമാരുത വിഭ്രമാത്. ന മേ ദേഹേന സംബന്ധോ മേഘേനേവ വിഹായസ. അതഃ കുതോ മേ തദ്ധർമ്മ ജാഗ്രത് സ്വപ്നസുഷുപ്തിഷു. പുഴയുടെ കരയിലോ ക്ഷേത്രത്തിൻ്റെ വെളിയിലോ കിടക്കാം. കുളിക്കാനും കുടിക്കാനും ശൗചത്തിനും ശുദ്ധജലം ഉപയോഗിക്കാം. സ്തുതിയിൽ സന്തോഷിക്കുകയോ നിന്ദയിൽ കോപിക്കുകയോ ചെയ്യരുത്. ഭിക്ഷ കിട്ടുന്നത് സ്വീകരിക്കാം. ആകാശം, വായു, ജലം, പൃഥ്വി, ജ്യോതിസ് എന്നിവയിലെ ബ്രഹ്മത്തെ ഞാൻ പ്രാപിച്ചു. അജരവും അമരവും അക്ഷരവും അവ്യയവുമായ ബ്രഹ്മത്തെ ഞാൻ പ്രാപിച്ചു എന്ന് ധരിക്കണം. അഖണ്ഡ സുഖസമുദ്രമായ എന്നിൽ പല മായാ വിഭ്രമ തിരമാലകളുണ്ടായി. അത് എന്നിൽ തന്നെ വിലയം പ്രാപിച്ചു. ആകാശത്തിന് മേഘവുമായി ബന്ധമില്ലാത്ത പോലെ ജാഗ്രത സുഷുപ്തികളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പുഴയുടെ കരയിലും പുഴയുടെ കരയിലൊന്നും താമസിക്കുന്നതിന് ആരും എതിർപ്പൊന്നും പറയില്ല. അപ്പോൾ അവിടെ താമസിക്കാം. ക്ഷേത്രത്തിൻ്റെ വെളിയിൽ, ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നും പാടില്ല. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഭക്തർ ഈ അത്തരത്തിൽ പോകുന്നവരാണ്, അല്ലാതെ വിരക്തി വന്നവർക്ക് ഇതൊല്ലൊന്നും. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ വെളിയിൽ ആരും ഇരുന്ന് കഴിഞ്ഞാൽ ആരും പ്രശ്നമൊന്നും പറയില്ല. അപ്പം ക്ഷേത്രത്തിൻ്റെ വെളിയിലോ കിടക്കാം. കുളിക്കാനും കുടിക്കാനും ശൗചത്തിനും ശുദ്ധജലം ഉപയോഗിക്കാം. ശുദ്ധജലം വേണ്ടിക്ക് കുടിക്കാനല്ല ഉപയോഗിക്കാം. ശൗചത്തിനും കുളിക്കാനും ശുദ്ധജലം. ബാക്കിയുള്ളതൊന്നും അങ്ങനെയൊന്നും. ഇപ്പം കാലെല്ലാം കഴിയാണ്ട് ഏതൊക്കെ സ്ഥലത്തുനിന്ന് അങ്ങ് കഴിക്കുക. ആരെങ്കിലും സ്തുതിക്കുകയാണെങ്കിൽ സന്തോഷിക്കാനൊന്നും പറയാം. നമ്മളെ പ്രശംസിക്കുകയാണെങ്കിൽ
സന്തോഷം അതൊന്നും തോന്നരുത്. ആരെങ്കിലും ഇങ്ങോട്ട് കയറി പ്രശംസിക്കുകയാണെങ്കിൽ, പിന്നെയോ ആരെങ്കിലും നമ്മളെ കുറ്റം പറയുകയാണെങ്കിൽ കോപിക്കാനും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പരിഹസിക്കുക എന്തെങ്കിലും ചെയ്തില്ല, കേട്ടില്ല എന്ന് വെച്ചങ്ങ് നടന്നേക്കുക. ഭിക്ഷ കിട്ടുന്നത് സ്വീകരിക്കാം. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് സ്വീകരിക്കുക. എന്താ തരുന്നതെന്നും നോക്കണ്ട, കിട്ടുന്നത് കഴിക്കുക. ആകാശം, വായു, ജലം, പൃഥ്വി, ജ്യോതിസ്, അതായത് പഞ്ചഭൂതങ്ങൾ എന്നിവയിലെ ബ്രഹ്മത്തെ ഞാൻ പ്രാപിച്ചു. ഞാൻ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചത്. അപ്പം ഈ കാണുന്ന എല്ലാം, ഈ പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടാലും അതിൽ ബ്രഹ്മമേ ഉള്ളൂ. ഞാൻ ബ്രഹ്മമാണ് എന്ന ഒരു ചിന്തയിൽ നടക്കണം. കാണുന്നതിലൊന്നും താല്പര്യം ഉണ്ടാകുമ്പോൾ അതിനൊന്നും നോക്കി നടക്കാൻ, അതിലേക്ക് നടക്കുമ്പോൾ അത് ഇതും കാണും, എന്നാൽ ശ്രദ്ധിക്കാനൊന്നും പോകരുത്. കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഇതെല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയത്. ഈ പഞ്ചഭൂതങ്ങളിലുള്ള എല്ലാം, പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ത് കണ്ടാലും അത് ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമായി കഴിഞ്ഞു എന്ന ചിന്തയിൽ പോകണം. അജരനും അമരനും അക്ഷയനുമായ ബ്രഹ്മത്തെ ഞാൻ പ്രാപിച്ചു. അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തവനാണ്, എപ്പോഴും ശാശ്വതമായി നിൽക്കുന്നത്. ഇതെല്ലാം പ്രപഞ്ചമെല്ലാം ഉണ്ടായിട്ട് മാറി മറിഞ്ഞെല്ലാം പോകും. നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് ഇന്ന് പോയിട്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ സത്യമൊന്നുമല്ല അവിടെ കാണാൻ പോകുന്നത്, എല്ലാം മാറി മറിഞ്ഞിരിക്കും. കാരണം പ്രപഞ്ചം മുഴുവൻ കുറേ കാലം കഴിയുമ്പോൾ ഭൂമി മുഴുവൻ കത്തിയെരിഞ്ഞല്ലേ ഇല്ലാതെയാണ്. ഇപ്പം ശാശ്വതമായിട്ടുള്ള ബ്രഹ്മമാണ് ഞാൻ എന്ന ഒരൊറ്റ ചിന്തയിലാണ്. ഞാൻ ആ ബ്രഹ്മമാണ്, അത് ശാശ്വതമാണ്. ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല. ആ ഒരു ചിന്തയിൽ ഇതോടെല്ലാം വിരക്തി വരണം എന്ന് ധരിക്കണം. അഖണ്ഡ സുഖ സമുദ്രമായി എന്നിൽ പലവിധത്തിലുള്ള വിഭ്രമ തിരമാലകൾ ഉണ്ടായി, അത് എന്നിൽ തന്നെ വിലയം പ്രാപിച്ചു. ഇതിനു മുമ്പിൽ എൻ്റെ ഹൃദയത്തിൽ കടലിലെല്ലാം തിരമാല ഉണ്ടാകുന്ന പോലെ എൻ്റെ ജീവിതത്തിലും വിചാരങ്ങളാകുന്ന തിരമാലകൾ കുറേ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം താക്കി വിചാരങ്ങൾ, ആ തിരമാലകളെല്ലാം ശാന്തമാക്കി. കടൽ ശാന്തമാക്കിയാൽ എങ്ങനെയിരിക്കുമോ അതുപോലെ എൻ്റെ ഉള്ളിൽ ഉയർന്ന് പൊങ്ങിയും താങ്ങുന്നും എല്ലാം വന്നുകൊണ്ടിരുന്ന വിചാരങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, അടിച്ച് ശാന്തമാക്കി. ഇപ്പോൾ ഒരു വിചാരവും എന്നിൽ ഇല്ല. ആകാശത്തിന് മേഘവുമായി ബന്ധമില്ലാത്തതുപോലെ ആകാശത്തിന് മേഘവുമായിട്ട് ബന്ധമില്ലാത്തതുപോലെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തികളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ ജാഗ്രത അവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഇല്ലേ സ്വപ്നാവസ്ഥയിൽ. മനുഷ്യർക്കെല്ലാം എന്തുണ്ട്, ഒന്നിക്കവൻ ജാഗ്രത അവസ്ഥയിൽ നല്ല ഉണർന്നിരിക്കുന്ന സമയം, ഇല്ലെങ്കിൽ സ്വപ്നം കണ്ട് കിടക്കുന്ന സമയം, ഇല്ലേ ദീർഘമായി ഉറങ്ങുന്നത്. ഇതൊന്നും എനിക്കില്ല. എനിക്ക് ജാഗ്രതയും ഇല്ല, സ്വപ്നം കാണലും ഇല്ല, ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല. ആകാശത്തിന് മേഘമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ആ അവസ്ഥയിലാകണം സന്യാസി അവസാനം ആവുമ്പോൾ. ഇനി അടുത്തേക്ക് ആകാശവത് കൽപ്പവിദൂരഗോഹമാദിത്യവത് ഭാസ്യ വിലക്ഷണോഹം ആഹാര്യവന്നിത്യവിനിശ്ചലോഹമംഭോധിവത് പാരവിവർജിതോഹം നാരായണോഹം നരകാന്തകോഹം പുരാന്തകോഹം പുരുഷോഹമീശ അഖണ്ഡബോധോഹമശേഷസാക്ഷി നിരീശ്വരോഹം നിരഹം ച നിർമ്മമ. ആകാശം പോലെ ഞാൻ കൽപ്പനാതീതനും സൂര്യനെപ്പോലെ പ്രകാശമുള്ള വസ്തുക്കളിൽ നിന്നും വേർപെട്ടവനും പർവ്വതതുല്യം അചഞ്ചലനും സമുദ്രം പോലെ അപാരവുമാണു ഞാൻ. ഞാൻ തന്നെ നാരായണനും നരകാന്തകനും പുരാന്തകനും പുരുഷനും നിരീശ്വരനും നിരഹങ്കാരനും. ആകാശം പോലെ കൽപ്പനാതീതനാണ്. ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, അതൊരു ഭാവനക്കനുസരിച്ച് എന്തോന്ന് അവിടെ ഉണ്ടെന്ന് തോന്നുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അവിടെ ഒന്നുമില്ല. നമ്മളങ്ങനെ കൽപ്പിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ എന്തോ ഉണ്ട്. ആധുനിക സയൻസും കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ ഒരു ചുക്കുമില്ല. അപ്പം അങ്ങനെയുള്ള ഭ്രമമൊന്നും എനിക്കില്ല. കാണുന്നതിലെല്ലാം ഒരു ഭ്രമവും ഇല്ല. അതിനെല്ലാം ഞാൻ അതീതനാണ്. സൂര്യനെ പോലെ പ്രകാശമുള്ള വസ്തുവിൽ നിന്നും വേർപെട്ടവനും. സൂര്യനെ കൊണ്ടാണ് ബാക്കിയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കാണപ്പെടുന്നത്, അല്ലെ പ്രകാശിക്കുന്നത്.
പക്ഷെ അതിന് സൂര്യൻ അതുമായിട്ട് ഒരു കാര്യമില്ല. സൂര്യൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ അത് പ്രകാശിക്കുന്നുണ്ടാവും, പക്ഷെ സൂര്യൻ അതിൽ താല്പര്യമൊന്നുമില്ല. പ്രകാശിക്കുകയോ പ്രകാശിക്കാതിരിക്കുകയോ അതെല്ലാം വസ്തുക്കളെ കാര്യമാണ്. അല്ലാതെ സൂര്യനെ പോയിട്ട് അതിനെ പോയിട്ട് പ്രകാശിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ പ്രകാശിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അത്രയല്ലാതെ സൂര്യൻ അതൊന്നും ചിന്തിച്ചിട്ടല്ല നടക്കുന്നത്. ഞാൻ എല്ലാത്തിനെയും പ്രകാശം കൊടുത്തു കളയാന്ന് വെച്ചിട്ടൊന്നും അല്ല നടക്കുന്നത്. ആരെങ്കിലും അതിൻ്റെ വഴിക്ക് വരുന്നെങ്കിൽ അത് പ്രകാശിക്കുന്നുണ്ടാവും. പിന്നെയോ ഇപ്പം സൂര്യനെ പോലെ പ്രകാശമുള്ള വസ്തുവിൽ നിന്നും വേർപെട്ടവനും, അപ്പം സൂര്യൻ ഈ പ്രകാശിക്കുന്ന വസ്തുക്കളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പർവ്വത തുല്യ അചഞ്ചലനാണ്. പർവ്വത അനങ്ങാതെ നിൽക്കുന്ന പോലെ എൻ്റെ മനസ്സിന് ഒരാൾക്കുമില്ല. ഞാൻ സ്ഥിരമായിട്ടൊരു അതുപോലെയുള്ള അവസ്ഥ. സമുദ്രം പോലെ അപാരവും. എൻ്റെ മനസ്സ് ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൽ ലയിച്ചു പോയി. എന്നിട്ട് അതാണ് ഞാൻ, അതുപോലെ തന്നെയാണ് ഞാൻ. പിന്നെന്താണ്? ഞാൻ തന്നെ നാരായണൻ. ഞാൻ തന്നെയാണ് നാരായണൻ. നരകാന്തകനും ഞാൻ തന്നെയാണ്. പുരാന്തകനും പുരുഷനും നിരീശ്വരൻ ആരെങ്കിലുണ്ടെങ്കിൽ ആ നിരീശ്വരനും ഞാൻ തന്നെയാണ്. ആരെങ്കിലും നിരീശ്വരവാദിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്. അപ്പം അവരോടൊന്നും തർക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസിയായാലും അവിശ്വാസിയായാലും അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുപോലെ തന്നെ, എല്ലാം ഒന്നും തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ. ഞാനും ബ്രഹ്മം തന്നെ. നിരഹങ്കാരകനുമാണ്. എനിക്ക് ഒരു അഹങ്കാരവും ഇല്ല. ഈ ഒരവസ്ഥയിലേക്ക് ഗ്രാജ്വലായിട്ട് പടിപടിയായിട്ട് എത്തിച്ചേരണം. ഇതാണ് സന്യാസി ചെയ്യേണ്ടത്. ഇനി അടുത്തതിൽ യോഗയിലൂടെയെല്ലാം ഒരു ചെറിയ തരത്തിൽ യോഗയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ എന്ത് ചെയ്യണമെന്നും പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം എത്തുമ്പോഴുള്ള അവസ്ഥയെല്ലാം അടുത്തതിൽ വിവരിക്കുന്നത്.